130 കോടി രൂപയ്ക്ക് മേലെ അടച്ചിട്ടുണ്ട്. പൈസ മേടിച്ചിട്ട് നമ്മൾ കബളിപ്പിക്കാൻ തീരുമാനിച്ചാൽ അതുമായി മുന്നോട്ട് പോകും. മനസ്സിലായോ? രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. റിപ്പോർട്ടർ ടിവിയെ സംബന്ധിച്ചിടത്തോളം കരാർ ലംഘനം ഇതുവരെ നടന്നെന്ന് അവരെ അറിയിച്ചിട്ടില്ല. കരാർ കളിക്കേണ്ട സമയം കഴിഞ്ഞിട്ടില്ല. അതുവരെയുള്ള എഫേർട്ട് എടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അതുമായി മുന്നോട്ട് പോകും. അങ്ങനെ റിപ്പോർട്ടർ ടിവിനെ കബളിപ്പിച്ചുകൊണ്ടും സർക്കാരിനെയും കബളിപ്പിച്ച് പൈസയും കളക്ട് ചെയ്ത് ഇന്ത്യയിലേക്ക് വന്ന് ഡൽഹിയിൽ കളിക്കും, ബോംബെയിൽ കളിക്കും, അല്ലെങ്കിൽ മഹാരാഷ്ട്ര കളിക്കും എന്നൊക്കെ വെച്ചാൽ അത് കയ്യിൽ വെച്ചാൽ മതി. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു വിചാരിക്കും വേണ്ട. ഇതാണ് ഈ കാര്യത്തിലുള്ള എൻ്റെ അഭിപ്രായം. ആ കാര്യത്തിൽ സർക്കാരിന്റെ ഒരു നിയമമുണ്ട്, പൈസ അടയ്ക്കുന്ന നിയമമുണ്ട്. അതുകൊണ്ട് നിയമത്തിനനുസരിച്ച് പൈസ അന്ന് പൈസ അടച്ചിട്ടില്ല എന്ന് ഞാൻ ഒന്ന് സമ്മതിക്കുന്നു. ഇപ്പോൾ പൈസ അടച്ചിട്ടുണ്ട്. ആ പൈസ എത്രയാണെന്ന് താങ്കൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പറയാം, ഇഷ്ടമില്ലെങ്കിൽ പറയാം. വലിയ എമൗണ്ട് അതൊരു കാര്യം. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ കരാർ ലംഘനം നടത്തിയെന്ന് താങ്കൾ പറയുകയും ചെയ്തു. ആംഗ്ലോ അസിസ്റ്റം പറഞ്ഞ് കരാർ ലംഘനം നടത്തി നിയമപരമായി മുന്നോട്ട് പോകും. ഇപ്പോൾ പറഞ്ഞ് കരാർ ലംഘനം നടത്തിയെന്ന് ഞങ്ങളെ അറിയിച്ചിട്ടില്ല. അല്ല, കരാർ ലംഘനം നടത്തിയെന്ന് അറിയിക്കണമെങ്കിൽ ഈ പറഞ്ഞ ഡേറ്റ് കഴിയണം. ഡേറ്റ് വരില്ല എന്ന് അവർ പറയണം. നല്ല കരാർ ഒക്ടോബർ നവംബറിലേക്ക് വരാമെന്ന് പറഞ്ഞ് സമ്മതിച്ചു. ഒക്ടോബർ നവംബറിൽ വരില്ല എന്ന് അവരെ അറിയിച്ചു കഴിഞ്ഞാൽ കരാർ ലംഘനം നടത്തിയെന്ന് പറയാം. അല്ല, അത് ഇനിയുണ്ടല്ലോ, 2 മാസം ഉണ്ടല്ലോ. ഞാൻ പറയുന്നത് ഒരു 10-15 ദിവസം കൂടെ വെയിറ്റ് ചെയ്യാൻ പറ്റും. 15 ദിവസം മാക്സിമം വെയിറ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം കരാർ ലംഘനമാണെങ്കിൽ നമ്മൾക്ക് പറ്റില്ല. 130 കോടി രൂപയ്ക്ക് മേലെ അടച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഈ പണം അടച്ചതിൻ്റെ അല്ല പ്രശ്നം. ഞാൻ പറയുന്നത് അതിന് നമുക്ക് രേഖകളുണ്ട്. നമ്മൾ ഇന്ത്യയിലേക്ക് അയച്ച രേഖകളുണ്ട്, എഗ്രിമെൻ്റ് ഉണ്ട്. അത് അവരുടെ ബാങ്കിലേക്കാണ്. ആ ബാങ്ക് കൺഫർമേഷൻ നടത്തിയിട്ടുണ്ട്. അർജന്റീനയുടെ ഫുട്ബോൾ അസോസിയേഷൻ അവരുടെ പ്രസിഡന്റ് കൺഫേം ചെയ്തിട്ടുണ്ട്. എല്ലാം ഉണ്ട്. പക്ഷേ ഈ 150 കോടി രൂപ ചെറിയ പൈസയാണോ? ചെറിയ പൈസയാണോ? അത് ആരെ വിശ്വസിച്ച് അയക്കുന്നത്? ഈ ഒന്നാമത് വിന്നിങ് ചെയ്തൊരു പാർട്ടി കമ്പനീനെ വിശ്വസിച്ചിട്ടും ആ ഒരു ഫുട്ബോൾ അസോസിയേഷൻ വിചാരിച്ചിട്ടാണ് അടയ്ക്കുന്നത്. അപ്പം അതില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അവർ വാങ്ങിയിട്ടുണ്ട്. അത് വാങ്ങിയവർ കൺഫേം ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് വരുന്നില്ല എന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതിനാണ് ഈ കാര്യം. കേരളത്തിൽ ഇന്ത്യയിലെ പൊട്ടൻഷ്യൽ അവർ മനസ്സിലാക്കി. ഇന്ത്യയിൽ നിന്നും നല്ല രീതിയിൽ കോൾ അവിടേക്ക് ചെല്ലുന്നുണ്ട്. ഞങ്ങളുടെ കമ്പനിക്ക് സ്പോൺസർഷിപ്പ് ആകാൻ പറ്റുമോ? ഞങ്ങളുടെ കമ്പനിക്ക് സ്പോൺസർഷിപ്പ് ആകാൻ പറ്റുമോ? ചെറിയ ഏജൻസികൾ അവരെ ബന്ധപ്പെടുന്നുണ്ട്, വലിയ ഏജൻസികൾ അവരെ ബന്ധപ്പെടുന്നുണ്ട്. ഇന്ത്യയിലെയും ഇന്ത്യക്ക് പുറത്തുള്ള GCC കൺട്രീസുകളിലുള്ള മെയിൻ സ്പോൺസർ കമ്പനികൾ അവരെ ബന്ധപ്പെടുന്നുണ്ട്. ഇവരെയൊക്കെ ബന്ധപ്പെട്ട് അവരെ വിളിച്ചിട്ട് 100-150 കോടിക്ക് ഓഫർ ചെയ്യുന്നുണ്ടാവും. ഇപ്പം അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർ ഇത് കേരളത്തെ ഒരു സൈഡ് ലൈൻ ചെയ്തിട്ട് ഈ സംവിധാനമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. ഞാൻ പറയുന്നത് ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമ്മളോട് പറയണ്ടേ, നമുക്കിതിനൊരു ധാരണ വേണം. നിങ്ങളുടെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ 2-3 സൈൻ ചെയ്ത് മര്യാദയാണ്, നമുക്കത് അംഗീകരിക്കാം. അവർക്ക് പൈസ ഉണ്ടാക്കുന്നത് നമുക്ക് തെറ്റൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർ പൈസ ഉണ്ടാക്കുന്നത് നമുക്ക് എന്താ ബുദ്ധിമുട്ട്? അവരെ കഷ്ടപ്പെട്ട് ജയിച്ചു വന്ന ടീമാണ്, അവരുണ്ടാക്കിക്കോട്ടെ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളോട് ഇൻറ്റിമേറ്റ് ചെയ്തിട്ട് വേണ്ട ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അത് കരാറിലെങ്ങനെയല്ലേ? ഇനി വരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയാൻ പോലും ഒരു എഗ്രിമെന്റ് വെച്ച പാർട്ടി, ഒരു എഗ്രിമെന്റ് വെച്ച പ്രസിഡന്റ് സെക്രട്ടറി നമ്മളോട് വരുമോ ഇല്ലയോ എന്ന് പറയേണ്ട മര്യാദ പോലും ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അതിന്റെ കാര്യത്തിനകത്ത്? ഈ കരാർലംഘനം നടത്തണം. ഈ 10-15 ദിവസത്തോളം കരാർലംഘനം നടത്തി കഴിഞ്ഞാൽ നിയമപരമായി മുന്നോട്ട് പോവുകയും അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ ഈ മെസ്സി ടീമിന് വരാൻ കഴിയില്ല. ഈ കരാറിലംഘനം നടത്തിയ ചീറ്റിംഗ് ആണ്. ഇത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞത് ഇല്ലെങ്കിലാ പറഞ്ഞത്. നമ്മളോട് പണം മേടിക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും പറയുക, പണം മേടിക്കാൻ വേണ്ടി എഗ്രിമെന്റ് വെക്കുക, പണം മേടിക്കാൻ വേണ്ടി കാര്യങ്ങൾ നടത്തി കഴിഞ്ഞിട്ട് പണം മേടിച്ചതിന് ശേഷം വരില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പക്ഷെ പറയേണ്ട ഡേറ്റ് കഴിഞ്ഞു. ഞാൻ പറഞ്ഞുതരാം. അവരുടെ മെയിൽ എങ്ങനെയാണെന്ന് അറിയുമോ? ഞാൻ അവരെ ഫൈനൽ നമുക്ക് ഒഫീഷ്യലി വന്ന മെയിൽ എന്ന് പറയുന്നത്, ഒഫീഷ്യലി വന്നത് ഒഫീഷ്യലി നമ്മൾ പറഞ്ഞെന്തറിയോ? ടുഡേ അവർ ട്രഷർ കൺഫേം ദാറ്റ് ദ ഫണ്ട് വെയർ ക്രെഡിറ്റഡ് ആൻഡ് റിസീവ്ഡ് ദ എമൗണ്ട്. പൈസ കിട്ടി എന്ന് പറയുന്നു. വി വിൽ പ്ലാൻ ടു അവർ നെക്സ്റ്റ് സ്റ്റെപ്പ്. അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് പോവാം. ഇൻക്ലൂഡിംഗ് മിസ്റ്റർ ലിയാൻഡ്രോ who you are in direct contact with you. നിങ്ങളുമായിട്ട് ലിയാൻഡ്രോ കോൺടാക്ട് ചെയ്യും, നിങ്ങളുമായിട്ട് ഫൈനലൈസ് ചെയ്യും. വി താങ്ക് യു ഫോർ യുവർ പേഷ്യൻസ്. നമ്മളോട് പറയാം, നമ്മൾ ഇത്രയും നാൾ ക്ഷമിച്ചതിൻ്റെ പേഷ്യൻസിന് നന്ദി പറയാം. ആൻഡ് ഡിലിജൻസ് ഫോർ ദ പ്രോസസ് അഹെഡ്. മനസ്സിലായോ? നമ്മളോട് അവർ നന്ദി പറയാം. നിങ്ങൾ ഇത്രയും നാൾ ശ്രമിച്ചു നിന്നതിന് നമ്മൾ പറയും നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞ് നമ്മളോട് പറയുകയാണ് എന്ത് ഇത് 2026 സെപ്റ്റംബറിൽ വരാം.